ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സൂപ്പർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ബട്ടർ പെപ്പർ പനീർ മസാല. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് യുഎസ്എയിലുള്ള ഷംനയുടെ സുഹൃത്തായ വിശാഖാണ് കേട്ടോ. വിശാഖിൻ്റെ റെസിപ്പിയാണിത്. ശരിക്കും ഒരു തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ തന്നെ ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള, ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഫ്ലേവറുള്ള റെസിപ്പി ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളിലോട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഇത്രയും നല്ല റെസിപ്പി പറഞ്ഞു തന്ന വിശാഖിന് ഒത്തിരി ഒത്തിരി താങ്ക്സ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. പിന്നെ ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് കോൺഫ്ലോറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 1 സ്പൂൺ മുഴുവനായിട്ട് ലൈറ്റ് സോയാ സോസാണ്. അപ്പോൾ ഡാർക്ക് ആണെങ്കിൽ ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ഒരു 1/2 സ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഞാൻ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് വിനെഗർ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ബാറ്ററിനകത്ത് പനീർ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബാറ്ററിനകത്ത് ജസ്റ്റ് മുക്കി പൊരിക്കുകയല്ല ചെയ്യുന്നത്. പകരം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ നമ്മുടെ പനീറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം പനീറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഞാൻ ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ആ ബാറ്ററിനകത്തോട്ടേക്ക് ഓരോ പനീറായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമുള്ള പനീറാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ ആയിട്ട് അങ്ങ് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. എന്നിട്ട് പനീർ ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് നമ്മൾ ഈ കോട്ട് ചെയ്തെടുക്കുന്നതായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു ഗോൾഡൻ കളറിൽ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അതേ പാനിനകത്തോട്ടേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ബട്ടർ ചേർക്കാം. ബട്ടർ ചേർക്കുന്ന അത്രയും ഒരു റെസിപ്പി ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബട്ടറും അതുപോലെ തന്നെ പെപ്പറുമാണ് നമ്മളിതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് വലിയ ജീരകം അഥവാ നമ്മുടെ പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൊത്തി എരിഞ്ഞതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യാനുസരണം 1-2 തണ്ട് കറിവേപ്പില ഉപയോഗിക്കാവുന്നതാണ്. ഒരു 2 പച്ചമുളകാണ്, നല്ല എരിവുള്ളതായതുകൊണ്ട് 2 ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ ഒരു റെസിപ്പി എപ്പോഴും ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുക. അപ്പോൾ സവാള ഞാൻ 2 ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു കട്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണിക്കാൻ വിട്ടുപോയതാണ്. ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് സോഫ്റ്റായി വരുന്ന രീതിയിൽ നമ്മളൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഒരു ചെറിയ ക്യാപ്സിക്കാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി ധാരാളം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതായത് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിൻ്റെ ആ എരിവ് എപ്പോഴും ഒന്ന് കയറി നിൽക്കണം. അതുപോലെ തന്നെ സോയാ സോസിൻ്റെ അളവ് നമ്മൾ മറ്റുള്ള സോസ് ഉപയോഗിക്കുന്നതിനേക്കാളും ഒന്ന് കയറി നിന്നിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ റെഡിയാക്കി എടുക്കണം. എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ വളരെ കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സോയാ സോസാണ്. 2 സോസിനേക്കാളും കൂടുതൽ നമ്മൾ സോയാ സോസാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സോയാ സോസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പൊന്ന് നോക്കിയിട്ട് നേരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കുക. അതല്ലെങ്കിൽ ഉപ്പങ്ങ് കയറി നിൽക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് ശരിക്കും ആ സോസൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ. ഞാനൊരു 5 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് റെഡിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് അനിയൻ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് ചുമ്മാ ശരിക്കും ഈ പനീർ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ ഒരു കോമ്പിനേഷനായിട്ടൊന്ന് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.